വി ടി ബലറാമിന്റെ വിവാദ വിഷയം ആളിപ്പടരുകയാണ്. അത് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ വി ഡി സതീശനും അടൂർ പ്രകാശും തമ്മിലുള്ള ഒരു പോരായി തന്നെ മാറിയിട്ടുണ്ട്. അദ്ദേഹത്തെ പുറത്താക്കിയെന്ന് പറയുന്നു, പുറത്താക്കിയില്ലെന്ന് പറയുന്നു, രാജിവെച്ചെന്ന് പറയുന്നു, രാജിവെച്ചില്ലെന്ന് പറയുന്നു. എന്താണ് സംഭവിക്കുന്നത്? അല്ല, കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന ഈ ചക്കളത്തിൽ പോര് അതൊരു പുതിയ കാര്യമല്ല. പക്ഷെ ഇപ്പോൾ അതിന് പ്രസക്തി വളരെ ഉണ്ട്. കാരണം ഈ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ശക്തമാണിപ്പോൾ. ശരിക്കും ഭരണവിരുദ്ധ വികാരം എന്നുള്ളതാണോ പിണറായി വിരുദ്ധ വികാരം എന്നുള്ളതാണോ പറയേണ്ടത് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും വിരുദ്ധ വികാരം കേരളത്തിൽ ശക്തമാണ്. ഇത് മുതലെടുക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. നമുക്കറിയാം, മലബാറിൽ മുസ്ലിം ലീഗിൻ്റെ തണലിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ്സുകളുടെ തണലിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. അപ്പോൾ യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണി സംവിധാനത്തിന് ഏറ്റവും വേരോട്ടം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിക്കുക ഈ രണ്ട് പ്രദേശത്തു നിന്ന് ആണ് എന്ന് വ്യക്തമാണ്. അതേസമയം തെക്കൻ ജില്ലകളിലേക്ക് വരുമ്പോൾ കോട്ടയം തുടങ്ങി പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് ഈ യു ഡി എഫിനുള്ളിൽ കോൺഗ്രസ്സിന് മേൽക്കൈയുള്ളത്. അതായത് ഈ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസ്സിനും അവിടെ ശക്തി കുറവാണ്, അവിടെ കോൺഗ്രസ്സിനാണ് ശക്തി കൂടുതൽ. ഇത് മുന്നണിയുടെ കാര്യത്തിലാണ്, നമ്മൾ കേരളത്തിലെ MLA-മാരുടെ കാര്യത്തിലല്ല ഇത് പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യം യു ഡി എഫിലും കോൺഗ്രസ്സിലും ഉണ്ട്. ഇവിടെ ഈ പറഞ്ഞതുപോലെ ബൽറാമിൻ്റെ വിഷയം വന്നപ്പോൾ നമുക്കറിയാം, അത് ബീഹാറിനെയും BDA-യും തമ്മിൽ താരതമ്യം ചെയ്ത് ഒരു പോസ്റ്റ് ഇട്ടതിനാണ് അത് BJP വലിയ വിഷയമാക്കുകയും അതിനെ ബീഹാറിലടക്കം BJP നന്നായിട്ട് പ്രചരിപ്പിക്കുകയും ചെയ്തതോടുകൂടി കോൺഗ്രസ് നേതൃത്വം, കേന്ദ്ര നേതൃത്വം പ്രതിരോധത്തിലായി. അവിടെ വോട്ടർ അധികാർ യാത്ര നടത്തിക്കൊണ്ടിരുന്ന അതിൻ്റെ അവസാന ലാപ്പിലാണ് ഈ വിവാദം ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിക്ക് അതിൽ നിന്ന് തലയൂരിയേ പറ്റുള്ളൂ. അങ്ങനെ അദ്ദേഹം സംസ്ഥാന KPCC നേതൃത്വത്തോട് നടപടിക്ക് നിർദ്ദേശിക്കുകയും ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷിയായ RJD-യുടെ നേതാവ് തേജസ്വി യാദവ് തന്നെ രംഗത്ത് വന്നു, മാപ്പ് പറയണം, കോൺഗ്രസ് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് ആ സമ്മർദ്ദം ശക്തമായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ KPCC നേതൃത്വത്തോട് നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചത്. അങ്ങനെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു ബൽറാമിനെ മാറ്റി എന്ന്. പിന്നെ ബൽറാം രംഗത്ത് വന്നു, ഞാനിത് ഒഴിയാൻ തയ്യാറായിട്ടിരിക്കുകയായിരുന്നു, ഞാൻ നേരത്തെ തന്നെ കത്ത് കൊടുത്തതാണ്, എനിക്ക് ഇത് കൊണ്ടു നടക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് മറ്റാരെങ്കിലും ഏൽപ്പിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടാണ്, അതുകൊണ്ട് ഞാനങ്ങ് ഒഴിഞ്ഞതാണ്, അതായത് ഞാൻ രാജിവെച്ച് മാറിയതാണ്, എന്നെ ആരും പുറത്താക്കിയതല്ല എന്ന ന്യായവുമായിട്ട് VT ബൽറാം രംഗത്ത് വന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ വിഷയത്തെ ഉയർത്തിപ്പിടിച്ച് പരസ്പരം പോരടിക്കുന്നത് VD സതീശനും, പ്രതിപക്ഷ നേതാവ് VD സതീശനും UDF-ൻ്റെ കൺവീനർ അടൂർ പ്രകാശുമാണ്. VD സതീശൻ പറയുന്നത് എനിക്കറിയില്ല, അങ്ങനെ ആരെയും പുറത്താക്കിയിട്ടില്ല, അങ്ങനെ ആരും രാജി തന്നിട്ടില്ല എന്നൊക്കെയാണ് VD സതീശൻ പറയുന്നത്. KPCC പ്രസിഡന്റ് ഔദ്യോഗികമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും പ്രതിപക്ഷ നേതാവ് VD സതീശന് VT ബൽറാമിനെ തള്ളിപ്പറയാൻ സാധിക്കുന്നില്ല. അതിന് കാരണം ഈ ചെറുപ്പക്കാരുടെ, കോൺഗ്രസ്സിനുള്ളിലെ ചെറുപ്പക്കാരുടെ, യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ കൂട്ടായ്മയെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനെ നയിച്ചു കൊണ്ടിരിക്കുന്നത്, അതിന് നേതൃത്വം കൊടുക്കുന്നത് VD സതീശനാണ്. അതെല്ലാവർക്കും അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോഴും VD സതീശൻ എങ്ങനെയാണ് ആദ്യം പ്രതികരിച്ചതെന്ന് നമ്മളൊക്കെ കണ്ടതാണ്. ഇപ്പോഴും ആ വിഷയത്തിൽ VD സതീശൻ തൊട്ടും തൊടാതെയും വിട്ടും വിടാതെയും പലതും പറയുന്നുണ്ട്. ഇത് VD സതീശൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെതിരെ രംഗത്ത് വന്നത് UDF കൺവീനറാണ്. UDF കൺവീനറായ അടൂർ പ്രകാശ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, അങ്ങനെയല്ല, പുറത്താക്കിയതാണ്, ഇതൊന്നും അങ്ങനെ ന്യായീകരിക്കേണ്ട കാര്യങ്ങളല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം സ്റ്റാൻഡ് എടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കേരളം കണ്ടത്. സത്യത്തിൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് അവിടെ മറ്റൊരു വലിയ വിഷയമുണ്ട്. അടൂർ പ്രകാശ് കോന്നിയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്, എല്ലാവർക്കും അറിയാം. അദ്ദേഹം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിപ്പോൾ MP ആണെങ്കിലും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമസഭയിലേക്കൊരു പ്രവേശനം നേടുക, UDF-ന് അധികാരം കിട്ടിയാൽ മന്ത്രിയല്ല മുഖ്യമന്ത്രിയാകുക എന്നുള്ളൊരു അജണ്ട അദ്ദേഹത്തിനുണ്ട്. കാരണം R ശങ്കറിന് ശേഷം ഈഴവ സമുദായത്തിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി കോൺഗ്രസ്സിന് ഉണ്ടായിട്ടില്ല.
ഇവിടെ നമുക്കറിയാം, പ്രത്യേകിച്ചും ഈ തെക്കൻ കേരളത്തിൽ ഈഴവരുടെ വോട്ട് വളരെ നിർണായകമാണ്. ആറ്റിങ്ങലിലടക്കം ജയിക്കാൻ സാധിച്ചത് UDF അവിടെ വളരെ ചെറിയ ഭൂരിപക്ഷത്തിനാണ് അടൂർ പ്രകാശ് ലോക്സഭയിലേക്ക് ജയിച്ചത്. അവിടെ അതിശക്തമായ ത്രികോണ മത്സരമാണ് നടന്നത്. അതെ, അതിശക്തമായ ത്രികോണ മത്സരമാണ് ആറ്റിങ്ങലിൽ നടന്നത്. BJP ഉയർത്തിയ വെല്ലുവിളി വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഈഴവരെ കയ്യിലെടുക്കാതെ, ഈഴവ സമുദായത്തെ മാനിക്കാതെ മുന്നോട്ട് പോകാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കേരളത്തിൽ സാധിക്കില്ല എന്നൊരവസ്ഥയുണ്ട്. BJP ഏതാണ്ട് ഈ വള്ളം അങ്ങനൊരു കടവിൽ കൊണ്ട് അടുപ്പിച്ചിട്ടുണ്ട്. BJP കൃത്യമായിട്ട് ഈഴവരുടെ വോട്ട് പതുക്കെ പിടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈഴവ സമുദായം BJPക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് രണ്ട് മുന്നണികൾക്കും, ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കും ഉണ്ടാക്കുന്ന തലവേദന ചെറുതല്ല. അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അടൂർ പ്രകാശ് ഈ ജാതി കാർഡ് ഇറക്കി കളിക്കുന്നത്. ആ ജാതി കാർഡിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി കസേരയാണ്. അവിടെ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു വെല്ലുവിളി ഉള്ളത് VD സതീശനാണ്. VD സതീശൻ പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നു, തീപ്പൊരി പ്രാസംഗികനാണ്, സഭയിൽ വലുതായിട്ട് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു, പിണറായിയെ വരിഞ്ഞു മുറുക്കുന്നു എന്നൊക്കെയുള്ള പ്രചാരം സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് അനുകൂലികൾ, അണികൾ വളരെ കാര്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് VD സതീശന് വേണ്ടി. അപ്പോൾ നിലവിൽ ഒരു നേതാവ് ഇവിടെ ഉണ്ട്, രമേശ് ചെന്നിത്തല എന്നൊരു സീനിയർ നേതാവുണ്ട്. അദ്ദേഹത്തെയും വെട്ടി മുഖ്യമന്ത്രി കസേര പിടിക്കാനാണ് സതീശൻ്റെ നീക്കം. അതിന് സതീശൻ ആരെയും തലയും മുറുക്കി രംഗത്തിറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ ആ സ്ഥാനത്തേക്ക് ശശി തരൂരിൻ്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. NSS അടക്കമുള്ള സംഘടനകൾ, NSS, SNDP, മുസ്ലിം ലീഗ് ഒക്കെ ശശി തരൂരിന് വലിയ പിന്തുണയുമായിട്ട് രംഗത്ത് വന്നിരുന്നു. അന്നും ഈ പറഞ്ഞതുപോലെ VD സതീശനുണ്ടായ അങ്കലാപ്പ് ചെറുതല്ല. പക്ഷേ എന്തുകൊണ്ടോ തരൂർ അതിൽ നിന്ന് സ്വയം പിൻവാങ്ങി അങ്ങ് ഒതുങ്ങുന്ന കാഴ്ച ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അദ്ദേഹം തുറന്നു പറഞ്ഞു, ഞാൻ മുഖ്യമന്ത്രിയാകാനില്ല, ഞാൻ ഇനി ഒരു മത്സരത്തിന് MP ആയിട്ട് പോലും മത്സരിക്കാൻ ഞാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഏതാണ്ട് തരൂരിൻ്റെ കാര്യത്തിൽ ഒരു ഒതുക്കം സംഭവിച്ചിരിക്കുന്നു എന്ന് സതീശന് അറിയാം. ഇനി അടുത്തൊരു വെല്ലുവിളി കൃത്യമായ ഒരു ജാതി കാർഡുമായിട്ട് കോൺഗ്രസിനുള്ളിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഒരു ആപ്ലിക്കേഷൻ വരുമെങ്കിൽ അത് അടൂർ പ്രകാശിൻ്റെതാണ്. അടൂർ പ്രകാശിനെ സംബന്ധിച്ച് ഇന്ന് മറ്റാരേക്കാളും നന്നായിട്ട് ഈ ഒരു അവകാശവാദം ഉന്നയിച്ച് തൻ്റെ നില ഭദ്രമാക്കാനും അതിലൂടെ കോൺഗ്രസിനുള്ളിൽ ഒരു ഉയർന്ന മന്ത്രിസഭയിലടക്കം ഒരു ഉയർന്ന സ്ഥാനം നേടാനും അദ്ദേഹത്തിന് സാധിക്കും. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ആരും കാണാതെ പോകുന്ന മറ്റൊരു കാഴ്ചയുണ്ട്. അത് ഇപ്പോൾ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പത്രങ്ങളും ചാനലുകളും ഒന്നും അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. അത് മനഃപൂർവ്വം ഒഴിവാക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. അത് പഴയ ഒരു പടക്കുതിര ഇങ്ങനെ നിശബ്ദമായിട്ട് ഒരിടത്തിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, VM സുധീരനാണ്. AK ആൻ്റണിയുടെ ശക്തമായ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. ഇന്നിപ്പോൾ MP ആയി ഡൽഹിയിലേക്ക് പോയിരിക്കുന്ന മുൻ KPCC പ്രസിഡന്റ് K സുധാകരനെ പോലുള്ളവരും VM സുധീരനെ പിന്തുണയ്ക്കുന്നുണ്ട്. എന്തുകൊണ്ട് കേരളത്തിന് ഒരു അഴിമതിരഹിത പ്രതിച്ഛായയുള്ള, ഒരു ക്ലീൻ ഇമേജുള്ള ഈഴവ സമുദായ അംഗമായ VM സുധീരനെ തന്നെ മുഖ്യമന്ത്രിയാക്കി ഉയർത്തി കാണിച്ചുകൂടാ? ഇങ്ങനൊരു ചർച്ച കോൺഗ്രസിനുള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം അത് തമസ്കരിക്കുന്നു. VM സുധീരൻ ലൈവ് അല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അത് കോൺഗ്രസിനകത്തെ ഇന്നർ പൊളിറ്റിക്സ് ആണ്. നമുക്കതിനകത്ത് പുറത്തുനിന്ന് കാണുന്ന കാഴ്ചകൾ അതിസൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ നമ്മൾ കണ്ടതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇത്തരത്തിലൊരു അടിയൊഴുക്ക് കോൺഗ്രസിനുള്ളിൽ നടക്കുന്നു എന്നുള്ളത് സത്യമാണ്. അത് മറ്റാരെക്കാളും നന്നായിട്ട് തിരിച്ചറിയുന്നത് VD സതീശൻ തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരേ സമയം ഈ അടൂർ പ്രകാശിനെ ഒതുക്കാൻ VD സതീശൻ സർവ്വ അടവുകളും എടുത്ത് പയറ്റുമെന്ന് തീർച്ചയാണ്. അതിൻ്റെ ഭാഗമാണ് VT ബൽറാമിനെ ചൊല്ലിയുള്ള ഈ വിവാദം. അല്ലാതെ VT ബൽറാമിനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും സ്നേഹമോ എതിർപ്പോ ഉള്ളത് കൊണ്ടല്ല ഈ വിവാദം. വളരെ കൃത്യമായിട്ട് VDക്ക് അടൂർ പ്രകാശിനെ ഒതുക്കണം, അടൂർ പ്രകാശിന് VDയെ ഒതുക്കണം. ഇവർ തമ്മിലുള്ള ഒരു പോർമുഖം കോൺഗ്രസിൽ തുറന്നിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. അത് കൃത്യമായിട്ടും ഒരു ജാതി കാർഡ് വെച്ചുള്ള കളിയാണ്. ഒരു നായർ ഈഴവ
സമുദായങ്ങളെ മുൻനിർത്തിയുള്ള ഒരു കളിയാണ് എന്ന് പറയാം. പക്ഷെ വിചാരിച്ചതുപോലെ നായർ സമുദായത്തിൻ്റെ പിന്തുണ വി ഡി സതീശനുണ്ട് എന്ന് പറയാൻ കഴിയില്ല. അതേസമയം SNDPയുടെ പിന്തുണ അടൂർ പ്രകാശിനുണ്ട് എന്ന് നമുക്ക് തീർച്ചപ്പെടുത്തുകയും ചെയ്യാം. അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ അങ്ങനെയാണ്. അദ്ദേഹത്തിന് സമയമാകുമ്പോൾ വളരെ കൃത്യമായിട്ട് എവിടെ നിന്നെല്ലാം എങ്ങനെയെല്ലാം പിന്തുണ ആർജിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാം. അത് ആറ്റിങ്ങലിൽ അദ്ദേഹം തെളിയിച്ചതാണ്. അതിശക്തമായ മത്സരത്തിൽ, ഏറ്റവും തീവാറുന്ന പോരാട്ടത്തിൽ അവിടെ നിസാര വോട്ടുകൾക്കാണെങ്കിലും അദ്ദേഹം ജയിച്ചു വന്നു. ശക്തമായ ത്രികോണ മത്സരത്തെ അതിജീവിച്ച് അദ്ദേഹം ജയിച്ചു വന്നു എന്നുള്ളത് തന്നെ അടൂർ പ്രകാശിൻ്റെ കഴിവും പ്രാപ്തിയും വെളിപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് വളരെ കൃത്യമായിട്ട് കോന്നിയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കുകയും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അതിശക്തമായ ഒരു ആർഗ്യുമെൻ്റ് നടത്തുകയും ചെയ്യും എന്ന കാര്യം തീർച്ചയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.